എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്ദുക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇത് കണ്ട ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനിയനാണ് അവിടെ ഇരുന്ന് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഡെക്കറേഷൻ്റെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബർത്ത്ഡേക്കും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഈ ഒരു സാധനം ഇതേപോലെ തന്നെ മാറ്റി വെക്കും, അടുത്ത ബർത്ത്ഡേ വരുമ്പോൾ വീണ്ടും അതെടുക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇട്ടിരുന്നുള്ള ആ ഒരു സീരിയൽ ബൾബുകളും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നന്ദുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ശ്രീഹരി. നന്ദുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ആകെയുള്ള എല്ലാ വർഷത്തെയും ആകെയുള്ളൊരു ഗസ്റ്റ് എന്ന് പറയുന്നത് ശ്രീഹരിയും പേരൻസുമാണ്. അപ്പോൾ ശ്രീഹരി വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇനി അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാണ്. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർ, ക്ലാസ്സിൽ ഒന്നിച്ചൊക്കെ ഇരിക്കുന്നതൊക്കെ. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് അടുത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു നാണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നന്ദുവിനോട് ചോദിച്ചു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നതൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ ഇഷ്ടമാണ്, അതൊക്കെ ഒരു രസമാണെന്ന് പറഞ്ഞു. പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. ഗിഫ്റ്റൊക്കെ നമ്മൾ ബർത്ത്ഡേക്ക് മുമ്പ്, കേക്ക് കട്ടിങ്ങിന് മുമ്പ് തന്നെ എല്ലാം ഓപ്പൺ ആക്കിയിരുന്നു. അപ്പോൾ അടുത്ത് അച്ചുക്കുട്ടൻ റെഡിയായി വന്നിരിപ്പുണ്ട്. അപ്പോൾ അച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ നന്ദുവിൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ ആണെങ്കിലും ഒന്നിച്ച് ആഘോഷിക്കും. ഇനി അടുത്തതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. അടിപൊളി കേക്കായിരുന്നു, സൂപ്പർ. ചോക്ലേറ്റും വാനിലയും കൂടെ ചേർന്നിട്ടുള്ളൊരു കേക്കായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീഹരിയുടെ അപ്പുറത്തിരിക്കുന്ന ശ്രീഹരിയുടെ അച്ഛനാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അമ്മയുണ്ട്, ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആകെ ഇത്രയും പേരേ ഉള്ളൂ, ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും നന്ദുവിൻ്റെ അച്ഛൻ്റെയും ബർത്ത്ഡേക്ക് ഇത്ര ആൾക്കാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്രീഹരി എന്തായാലും വരും. ശ്രീഹരി ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ശ്രീഹരിയാണ് ആകെയുള്ള ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മുടെ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ അളിയൻ്റെ ബ്രദേഴ്സ് വന്നിട്ടുണ്ട്, അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. ഒരാളിപ്പോഴും ഊതാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. എല്ലാവരും അതെ ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്ദുവിനെ വിഷ് ചെയ്തുകൊണ്ടുള്ള പാട്ടൊക്കെ പാടാം. എഴുത്തിരി ഓഫാക്കി. ഓക്കെ, അപ്പോൾ കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേരും കൂടെ ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അത് അവർക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരാൾ കേക്ക് കട്ട് ചെയ്യേണ്ട താമസം കേക്കിൻ്റെ പൊക്കത്ത് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസിലെല്ലാം കയറി പെറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആദ്യമേ ബർത്ത്ഡേക്കാർ തന്നെ കൊടുത്തു. ഇയാളിൻ്റെ വക. കൂട്ടുകാരന് കൊടുക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വർഷവും വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആയതുകൊണ്ട് നമ്മളൊരു സെലിബ്രേഷനിൽ തന്നെ ഈ വർഷം തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ വേറൊരു പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നന്ദുവിൻ്റെ ബർത്ത്ഡേ ജനുവരി 3-നാണെങ്കിൽ ജനുവരി 4-ാം തീയതി അളിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛൻ്റെയും മോൻ്റെയും ബർത്ത്ഡേകൾ തലേന്നും പിറ്റേന്നുമായിട്ടാണ്. അപ്പോൾ അതൊന്നിച്ച് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അങ്ങ് ആഘോഷിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവിടെ അച്ഛമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ കേക്കെല്ലാം കൂടെ കൊടുത്തു. അച്ചു ഹാപ്പിയാണ്. ആര് കൊടുത്താലും അച്ചുവിനും കൂടെ കൊടുത്താലേ അവനൊരു സന്തോഷമാവത്തുള്ളൂ. ഇനി കേക്ക് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെലിബ്രേഷനൊക്കെ അത് ഇവിടെ ഏകദേശം കഴിയാറായി. വീഡിയോ കോളിൽ വന്നവർക്ക് കേക്ക് കൊടുക്കുക. വീഡിയോ കോളിൽ കുറച്ച് പേര് അളിയൻ്റെ പ്രദേശം ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്കും കൂടെ കേക്ക് ഫോണിൽ കൂടെ കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഒരേ മോഡലിലുള്ള ഗിഫ്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവർക്ക് വണ്ടി ഭ്രാന്തന്മാരായതുകൊണ്ട് 2 വണ്ടികളാണ്, ഒരേപോലെയുള്ള കളർ ഡിഫറൻസ് ഉള്ള 2 വണ്ടികളാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അതവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അവർക്ക് ഇല്ലാത്ത ടൈപ്പ് മോഡലുള്ളൊരു വണ്ടിയായിരുന്നു കൊടുത്തത്. അപ്പോൾ ഇനി കേക്ക് ഓരോന്ന് കട്ട് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. അടുത്തത് ഇനിയിപ്പോൾ അളിയൻ്റെ ഒരു ഗിഫ്റ്റ്, അതൊരു അടിപൊളി ഗിഫ്റ്റായിരുന്നു. നന്ദു കീബോർഡ് പഠിക്കുന്നുണ്ട്, അപ്പോൾ അവന് അത് വളരെ യൂസ്ഫുള്ളാകും. നല്ലൊരു കീബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ വായിച്ച് ഞങ്ങളെ കേൾപ്പിച്ചായിരുന്നു. ഓൾറെഡി നമ്മൾ കേക്ക് കട്ടിങ്ങിന് മുമ്പ് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു ഗിഫ്റ്റാണ്. കാരണം അവന് അവിടെ കീബോർഡിൻ്റെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാകുന്നൊരു ഗിഫ്റ്റാണ് എന്തായാലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ അവൻ്റെ കീബോർഡ് വായിക്കുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിച്ച് നമ്മൾ പിരിയുകയാണ്. ആദ്യമേ കൂട്ടുകാർ തമ്മിൽ അങ്ങിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.